താൻ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ അതേപടി സുരേഷ് ഗോപി ഒരു ഭാഗത്തു കൂടി തുടരുന്നുണ്ട്. അപ്പോഴാണ് ഉന്നത കുലജാതൻ എന്നുള്ള ആ ഒരു വാചകത്തിൽ കിട്ടിയിടാനുള്ള, നേരത്തെ ബ്രാഹ്മണൻ പരാമർശമായിരുന്നു, തന്ത്രിയാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിലായിരുന്നു. അതായത് സുരേഷ് ഗോപിയുടെ മൈനസ് എന്തുണ്ടോ ആ മൈനസ് ഹൈലൈറ്റ് ചെയ്യുകയും പ്ലസ് എല്ലാം ഇഗ്നോർ ചെയ്യുകയും കുഴിച്ചിടുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത് കൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം അകലം പാലിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. അത് പക്ഷേ സോഫിസ്റ്റിക്കേറ്റഡ് ആയ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഭാഷയുടെ ഇംഗ്ലീഷ് ഭാഷയോടുകൂടിയൊക്കെയാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സവർണ മനോഭാവത്തിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി പറയുന്നത് ഗോത്ര വിഭാഗത്തിന്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റും. ഇനിയിപ്പോൾ ഞാനല്ല എങ്കിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരു ഉന്നത കുലജാതനെ കൊണ്ടുവരണം, അതൊരു നായിഡു ആകട്ടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനാകട്ടെ, അങ്ങനെ വരുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വാചകം. അപ്പോൾ അങ്ങനെ ഒരു നല്ല മാറ്റം ഉണ്ടാക്കണം. പകരം തിരിച്ചങ്ങോട്ട് മുന്നാക്ക വർഗത്തിന്റെ വകുപ്പുകളിൽ പിന്നാക്ക മന്ത്രി വരട്ടെ. അങ്ങനെ മുന്നാക്ക വർഗത്തിൻ്റെതായ ഒരു പ്രത്യേക വകുപ്പുകളുണ്ടോ? അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് അദ്ദേഹം ധരിക്കുകയാണോ, അതോ ബാക്കിയെല്ലാം മുന്നാക്കക്കാരുടെ വകുപ്പാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ബോധ്യം. അവിടേക്ക് ഒരു പിന്നാക്കക്കാരൻ ഇതുവരെ വരില്ല എന്നും അവിടെ മുന്നാക്കക്കാർക്ക് വേണ്ടി ഒരു പിന്നാക്കക്കാരൻ വന്നിട്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കാമെന്നുമാണ് അദ്ദേഹം കരുതുന്നത്. മാറാത്ത മനോഭാവമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മുൻകൂർ തീരുമാനിച്ചൊരു കാര്യമൊന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്നാണ്. അവിടെ തന്നെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ. നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അഥവാ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2016 MP ആയ സമയം മുതൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എനിക്ക് ട്രൈബൽ മിനിസ്ട്രി തരൂ എന്നാണ്. 2016 രാജ്യസഭാ MP ആയപ്പോൾ മുതൽ തന്നെ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അക്കാര്യത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി ഈ ട്രൈബൽ വകുപ്പ് ആര് ഭരിക്കണം എന്നുള്ളതാണ്. അത് ഉന്നത കുലജാതനായ ഒരാൾ ഭരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഭരിക്കാൻ ആവശ്യപ്പെടുന്നയാൾ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി ഉന്നത കുലജാതനാണെന്ന് സുരേഷ് ഗോപി തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. പിന്നെ തയ്യാറാക്കിയൊന്നും പറഞ്ഞല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുമ്പോൾ അതൊരു മനോഭാവമാണ്. ആ മനോഭാവം അദ്ദേഹം പിൻപറ്റുന്ന ആശയത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം പിൻപറ്റുന്ന ആശയം ഒരു പ്രതിലോമ ആശയമായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ വിഡ്ഢിത്തമാണ്, ചരിത്രപരമായ അറിവില്ലായ്മയാണ്, സാമൂഹ്യ ബോധമില്ലായ്മയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ ഞാൻ കാണുന്നത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നിരക്ഷരനായ മന്ത്രിയാണോ എന്നൊരിക്കൽ കൂടി സംശയം ജനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ആശയങ്ങൾ ആ വാക്കുകളായിട്ട് വരുന്നു, അതാകട്ടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നു. രാഷ്ട്രീയ നിരക്ഷരതയാണെന്ന് പറയാനുള്ള കാരണം, നമ്മളുടെ രാജ്യത്ത് അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയനുസരിച്ച്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് തുല്യത എന്നുള്ളതുണ്ട്. ആർട്ടിക്കിൾ 15 അനുസരിച്ച് ഏതൊരു തരത്തിലും ഒരു പബ്ലിക് ഓഫീസോ അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട വിഭവങ്ങളോ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റ് ട്രൈബുകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷവും മനുവാദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലരായ മനുഷ്യരിൽ സമൂഹം അംഗീകരിക്കുകയും സമൂഹത്തിൽ ധാരാളം ആരാധകരുണ്ടാവുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആശയമായി കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. എന്താ കേട്ടപ്പോ ഞെട്ടിപ്പോയോ? ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ താനും തന്റെ ഈ ജാതി കൂട്ടൻ. അരുൺ, ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പറഞ്ഞതാവാൻ വഴിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ്, ഒരു എപ്പോഴും സംസാരിക്കുന്ന ശൈലിയെല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ട്രൈബൽ വകുപ്പിലെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ അപേക്ഷിച്ചിട്ട് അദ്ദേഹം കൂടുതൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും മട്ടപ്പാടിയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും എല്ലാം ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു കാര്യം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഒഴിവാക്കാത്ത ഒരാളുമാണ്. അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഈ ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ?
അദ്ദേഹം പറഞ്ഞതിന് ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിടന്ന കാര്യം എന്താണ് അതിനകത്ത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം അത് കാണുന്നവർക്ക് വിടാം. പക്ഷേ ട്രൈബൽ വകുപ്പിനെ എവിടെയാണ് അത് താഴ്ത്തി കെട്ടിയത്? ഒരു സ്ഥലത്ത് ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാ ട്രൈബൽ വകുപ്പ് ഇങ്ങനെ ഒരു ഉന്നത കുലജാതൻ വന്നതുകൊണ്ട് നന്നാകും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈബൽ വകുപ്പിന് മോശമാണ് പറയുന്നത്. ഇപ്പൊ ഭരിക്കുന്ന അല്ല ട്രൈബൽ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ട്രൈബൽ വകുപ്പിന് ഇപ്പം എന്താ മോശം അതിനുകൊണ്ട് വരുന്നത്? ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ കെ കരുണാകരൻ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു വാങ്ങിയ വകുപ്പാണല്ലോ ഈ പിന്നോക്ക വകുപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഉണ്ണി സാറും സ്മൃതി മേഡും അരുൺ സാറൊക്കെ പറഞ്ഞ കാര്യം ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഈ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ ഒരു പരിണാമം വരിക അല്ലെങ്കിൽ മുന്നോക്കം വരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ ബന്ധപ്പെട്ട ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോളൂ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ല്ലോ ഞാൻ പറഞ്ഞത് ഉന്നകുലജാതനല്ല. നിങ്ങൾ ഈ ഒരാൾ പറയുന്ന കാര്യത്തിന്റെ നെഗറ്റീവ് മാത്രം എടുത്ത് ചർച്ച ചെയ്യും. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകണമെന്നേ. കാരണം അവർക്കും കൂടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഉന്നത കുലജാതനാണല്ലോ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് ഇത്രയും കാലഘട്ടം. പട്ടിണി മാറ്റാൻ പറ്റുമോ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? അല്ല അരുൺ സാറേ, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ചോദിക്കുന്നതിന് ഓരോ ചോദ്യത്തിനും ഓരോ മറുപടി പറഞ്ഞാൽ പറ്റില്ല. എന്റെ ചോദ്യം ഒരു വകുപ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിന്നോക്കക്കാരുടെ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? മുന്നാക്കക്കാർ സംരക്ഷിക്കണം എന്ന് എവിടെയാണ് ഭരണഘടന? തുല്യത വേണം എന്ന് പറയുകയും അതിന് കൂടെ തുല്യതയില്ല, അതിന് അപ്പുറം ഭരണഘടനയിൽ തുല്യത വേണമെന്ന് പറയുകയും അതോടൊപ്പം സംവരണം വെക്കുകയും ചെയ്യുകയാണ്. സംഭരണം വെക്കാൻ എന്തിനാണ് സംഭരണം വെക്കുന്നത്? ഇവരെ മുന്നോക്കം കൊണ്ടിരിക്കുകയും ഇതിനെ തുല്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതാണല്ലോ. അല്ല സാർ, ഒരു മിനിറ്റ്. നിങ്ങൾ തുല്യത വേണമെന്ന് പറയും, ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തുല്യരാണെന്ന് പറയും. എന്നിട്ട് നമ്മൾ സംഭരണം വെക്കും. സംഭരണം വെക്കുന്ന എന്തിനാണ്? പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടിരിക്കുകയും തുല്യരാക്കുകയും വേണമെന്നുള്ള സംവിധാനത്തിലൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് തന്നെ പറയും? പിന്നോക്കം നിൽക്കുന്നവർ, പിന്നോക്കം വലിക്കുന്ന ആൾക്കാർ മാത്രം ചെയ്ത് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ പറയും. അങ്ങനെയല്ല. എന്താണ് വേണ്ടത്? മുന്നോക്കം നിൽക്കുന്ന എഫേർട്ടും കൂടെ വേണം, പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കം കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ അതിനെ പറയാൻ സമ്മതിക്കുന്നതിന് മുന്നേ എന്ത് സംഭവിക്കും? അതെന്താ? അല്ലാതെ പിന്നോക്കം നിൽക്കുന്നവർ പിന്നോക്ക കാര്യങ്ങൾ, ഒരു മിനിറ്റ്, പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കോളൂ. മുന്നോക്കം നിൽക്കുന്ന ആരുടെ കാര്യം മാറ്റിക്കും. എന്നിട്ട് നമ്മൾ പറയും തുല്യത വേണമെന്ന് പറയും. മാറാത്ത മനോനില ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധയല്ല ഞാൻ. അദ്ദേഹത്തിന്റെ മനോനിലയെക്കുറിച്ചല്ല, അദ്ദേഹം പറഞ്ഞ വാചകത്തെക്കുറിച്ചാണ് ചർച്ചയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മാറാത്ത മനോഭാവമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളൊക്കെ ചിത്രീകരിച്ചതുപോലെയുള്ള ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ കരുതുന്നില്ല. അത് എൻ്റെ വ്യക്തിപരമായ ബോധ്യമാണ്. ഉന്നത കുലജാതൻ എന്നതിൽ അഭിരമിച്ച് അങ്ങനെ കഴിയുന്ന ഒരാളായി ചിത്രീകരിക്കാനായിട്ടുള്ള ആ ഒരു ശ്രമത്തിന് ഒപ്പം ചേർന്ന് നിൽക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞതിനെ അതിൻ്റെ വലിയ അർത്ഥത്തിൽ, വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരിലേക്കും ഒരേപോലെ എത്തിച്ചേരേണ്ടത്, അതിനെക്കുറിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ 3ാമത്തെ ടേമിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോത്ര വിഭാഗക്കാർ മറ്റു വകുപ്പുകളിലും മന്ത്രിയാകണം, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പിൽ, ഇപ്പോൾ ട്രൈബൽ അഫയേഴ്സ്, അതിൽ മാത്രമല്ല മറ്റു വകുപ്പുകളിലും അദ്ദേഹത്തിന് പ്രാതിനിധ്യം കിട്ടണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. 2ാമത്തെ ഭാഗം നേരത്തെ ആൻഡ്രൂ സാർ അതേക്കുറിച്ച് ഒരു റെഫറൻസ് തന്നു, പക്ഷേ വേറെ ആരിൽ നിന്നും അത് കേട്ടില്ല കാര്യമായി. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗോത്രവർഗ ഉന്നമനത്തിനായി നീക്കിവെച്ച ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ചാണ്. ആ ഫണ്ട് കൃത്യമായി അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ? പലതവണ ചോദിച്ചതാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, കോടികളാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായി അട്ടപ്പാടി എടുത്ത് നോക്കൂ. നമ്മളൊരു ഒരു സ്പെസിഫിക് എക്സാമ്പിളായിട്ട് അട്ടപ്പാടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പദ്ധതികൾ എങ്ങനെയാണ് നടപ്പാക്കപ്പെടുന്നത്? ഓരോ പദ്ധതിക്കുമായി ഇപ്പോൾ വിദ്യാവാഹിനി എന്ന പദ്ധതി, അത് എല്ലാ ഊരിലും
സ്കൂളുകളിലെയും കുട്ടികളെ എത്തിക്കുന്നതിന് അതിന്റെ ഫണ്ട് കിട്ടാതെ ആ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന വാർത്ത ടെലികാസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ ചാനലിലാണ്. ഞാൻ വേറെ ദൂരെയുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ പദ്ധതികൾക്കായി കൃത്യമായ ഫണ്ട് ബജറ്റ് അലോക്കേഷനായി വരുന്നുണ്ട്. എന്നാൽ ആ ഫണ്ട് എവിടെയോ വെച്ച് നിലച്ചു പോവുകയാണ്. അതൊക്കെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം. അല്ലാതെ സുരേഷ് ഗോപി ഉന്നത കുലജാതർ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉന്നത കുലജാതരുടെ മന്ത്രിയാണ് സുരേഷ് ഗോപി, ഉന്നത കുലജാതൻ എന്നതിൽ അഭിരമിക്കുന്നയാളാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയോടുള്ള വിദ്വേഷം ആ രീതിയിൽ ചർച്ച ചെയ്ത് പുറത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച MP ആയി. അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി, കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസിനും ഇന്ന് പാർലമെന്റിൽ അനുമതി കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെ ഉന്നമനത്തിന് വേണ്ടി പണം അനുവദിക്കുന്നു, അത് അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നോ എന്ന ചർച്ച ഒരു വിശാലാർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേരളത്തിൽ. പ്രത്യേകിച്ചും സർക്കാരുകൾ ഇവിടെയും ഒരു തുടർ ഭരണമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും എത്രത്തോളം ആദിവാസികളുടെ ഗോത്രവിഭാഗക്കാരുടെ ഉന്നമനത്തിനായി ഇപ്പോൾ കോളനി എന്നുള്ളത് മാറ്റി നഗറും സങ്കേതവും ആക്കുന്ന ആ ഒരു ആർജവം കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് വിനിയോഗത്തിലാണ്. അത് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യം കൂടി ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നവർ ഉന്നയിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ആഗ്രഹമായി പറഞ്ഞത് എന്താണ്? എനിക്ക് മന്ത്രിയാകാൻ പറ്റിയാൽ അത് ഗോത്രവിഭാഗത്തിനായി പ്രവർത്തിക്കണം. ഗോത്രവിഭാഗത്തിനായി സുരേഷ് ഗോപി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ? മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ നേരത്തെ മാഡം ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതായിരുന്നു, സിനിമാ നടൻ എന്ന നിലയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സിനിമാ നടനായി കിട്ടുന്ന അല്ലെങ്കിൽ തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നുള്ള ഫണ്ട് ഇന്നും ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസ് റിലീസായൊക്കെ കണ്ടിരുന്നു. അപ്പോൾ താൻ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ അതേപടി സുരേഷ് ഗോപി ഒരു ഭാഗത്ത് കൂടി തുടരുന്നുണ്ട്. അപ്പോഴാണ് ഉന്നത കുലജാതൻ എന്നുള്ള ആ ഒരു വാചകത്തിൽ കെട്ടിയിടാനുള്ള, നേരത്തെ ബ്രാഹ്മണൻ പരാമർശമായിരുന്നു, തന്ത്രിയാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിലായിരുന്നു. അതായത് സുരേഷ് ഗോപിയുടെ മൈനസ് എന്തുണ്ടോ ആ മൈനസ് ഹൈലൈറ്റ് ചെയ്യുകയും പ്ലസ് എല്ലാം ഇഗ്നോർ ചെയ്യുകയും കുഴിച്ചിടുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത് കൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം അകലം പാലിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇവിടെ സവർണ്ണ മേധാവിത്വമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഈ പിന്നോക്ക വിഭാഗക്കാർ, മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള മുന്നോക്കക്ഷേമം അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിലേക്ക് അവർ വരട്ടെ എന്ന് സുരേഷ് ഗോപിക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത ദിവസമാണ് നടൻ മധു, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന മുതിർന്ന നടൻ മധുവിന്റെ ഒരു അഭിമുഖം കണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പലരെയും കുറിച്ച് പറയുന്നുണ്ട്, പല ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും ഒപ്പം അഭിനയിച്ചവരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം സുരേഷ് ഗോപിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്നേഹവും കുടുംബവും മറക്കാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി. അതോടൊപ്പം പറയുന്ന ഒരു വാചകം ഈ വിഷയത്തിലും ഈ കോണ്ടെക്സ്റ്റിലും കൃത്യമായതുകൊണ്ട് ഞാനതൊന്ന് കോട്ട് ചെയ്യുകയാണ്. വികാരജീവിയാണ്, അയാളുടെ മനസ്സ് നിറയെ നന്മയാണ്, മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ കേൾപ്പിക്കും. ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണോ വന്നത് അതങ്ങ് പറഞ്ഞുപോയി. ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായി, ഒരു സീസൺഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായെന്ന് സുരേഷ് ഗോപിയെ കണക്കാക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു ഹമ്പിൾ ഒപ്പീനിയൻ. കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായി പൂർണ്ണമായും രാഷ്ട്രീയ ശരീരവും രാഷ്ട്രീയ മനസ്സുമുള്ള ഒരു വ്യക്തിയായി പൂർണ്ണമായൊന്നും സുരേഷ് ഗോപി മാറിയിട്ടില്ല. അതിന് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അതായത് ഒന്നിൽ ചാരി മറ്റൊന്നിലെ അടിക്കുന്നത് പോലെ BJP പണ്ടേ ഇങ്ങനെയാണ്. BJP ഉന്നത കുലജാതരുടെ പാർട്ടിയാണ്, BJPക്ക് ഉന്നത കുലജാതരെയാണ് താല്പര്യം. അങ്ങനെയുള്ള ആ ഒരു വ്യാഖ്യാനങ്ങളിലൊന്നും ഒരു കഴമ്പുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഒരു ക്ലിയർ പൊളിറ്റീഷ്യനായി മാറുമ്പോൾ ഇതുപോലെയുള്ള അദ്ദേഹത്തിന്റെ സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജുവൽ ഒറാമിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കാണ് കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ, അതായത് തേർഡ് ടേമിലേക്ക് വരുമ്പോൾ അവരുടെ ഉന്നമനത്തിനായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പദ്ധതികളിലേക്ക് പോവുകയായിരുന്നു. അത് ഈ ബജറ്റിൽ എടുത്തു ചർച്ച ചെയ്യപ്പെടാത്ത പ്രധാനപ്പെട്ട കാര്യം, അതായത് മധ്യവർഗ്ഗക്കാരുടെ സാലറീഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഏകദേശം 1 or 2 pennies അത് മാത്രമാണ് ഇവിടെ ചെലവാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടിരുന്നു. ഇവിടെ 5 കോടി ഷെഡ്യൂൾഡ് ട്രൈബ് ഫാമിലീസ് across 63,000 63,000 വില്ലേജസ് ഇൻ ട്രൈബൽ മജോറിറ്റി ഏരിയാസ്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസായി അനൗൺസ് ചെയ്തത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല. 2026 അതായത് നെക്സ്റ്റ് ഇയർ മാർച്ചോടുകൂടി 728 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, അതിനെല്ലാമായി ട്രൈബൽ ബജറ്റിലെ ഇത്തവണത്തെ അലോക്കേഷൻ എത്രയാണെന്ന് അറിയുമോ? ഇത്തവണത്തെ അലോക്കേഷൻ 14,925 കോടിയാണ്. UPA കാലത്ത് സ്പെൻഡ് ചെയ്ത ഏറ്റവും ലാർജസ്റ്റ് സ്പെൻഡ് എന്ന് പറയുന്നത് 4,497.96 കോടി. അതിൽ നിന്ന് തേർഡ് ടേമിലേക്ക് വരുമ്പോൾ ഓരോ വർഷവും ഘട്ടമായി ഉയർത്തുകയാണ്. അതിൽ 231% ഇൻക്രീസ് ആണ് നരേന്ദ്രമോദിയും BJPയും ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ഫാക്ട് കൂടി നമ്മുടെ മുന്നിലുണ്ട്. ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ സുരേഷ് ഗോപി അവരുടെ ഉന്നമനത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡോ സർ നേരത്തെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. അല്ലാതെ ഏതെങ്കിലും ഒരു സെക്റ്റിന്റെ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തെ അവർ മാത്രമാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഷ്രിങ്ക് ചെയ്ത ഒരു മെന്റാലിറ്റി, ഒരു ചുരുങ്ങിയ സങ്കുചിതമായ ഒരു മെന്റാലിറ്റി നല്ലതല്ല എന്നതാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ
വിചാരിക്കുന്നത്. എന്തായാലും ട്രാൻസ്ഫോമിംഗ് വിഷൻ ഇൻടു മിഷൻ, അതാണ് നരേന്ദ്രമോദിയും എൻഡിഎയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും സൂചിപ്പിച്ചതുപോലെ ഉന്നത കുലജാതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു സർക്കാരായി ആരും നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തേർഡ് ടേമിലേക്ക് എൻഡിഎ വരില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. സുരേഷ് ഗോപിയുടേത് ചേഞ്ച് ചെയ്യാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്. സുരേഷ് ഗോപി ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് എനിക്ക്